കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ LDF-ന് കഴിഞ്ഞുവെന്ന് MV ഗോവിന്ദൻ. ഈ തെരഞ്ഞെടുപ്പിൽ LDF പുതിയ ചരിത്രം നേടും. LDF ബൂത്ത് കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി 25,231 പ്രകടനങ്ങൾ LDF സംസ്ഥാന വ്യാപകമായി നടത്തി. സംസ്ഥാനത്ത് ഒരിടത്തും BJP രണ്ടാം സ്ഥാനത്ത് പോലും വരില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ വിധി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവാൻ പോവാണ്. കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക. ഇവിടെ CPIM നിർത്തിയ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDF-ന്റെ ഭാഗമായിട്ട് നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന ഒരു പുതിയ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതോടൊപ്പം പരാജയം മണത്ത UDF-ഉം BJP-യും പണവും മദ്യവും നിരവധിയായ മേഖലയിൽ ഒഴുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോളനികൾ ഉൾപ്പെടെ പാവപ്പെട്ട മനുഷ്യൻ്റെ വോട്ടിന് വില നിശ്ചയിച്ച് പണം നൽകുന്ന നിലപാട് കേരളത്തിൻ്റെ വിവിധ മേഖലയിലുണ്ട്. തിരുവനന്തപുരത്ത് അത് വളരെ കൂടുതലാണ്. അതിൽ BJP-യാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കോൺഗ്രസും ആറ്റിങ്ങൽ കോൺഗ്രസ് തന്നെയാണ്.